ടീച്ചേഴ്സായ അനുജയും നേഹയും കൂടി സെൻസസ് എടുക്കാൻ വേണ്ടി വിജനമായ പ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ പ്രദേശത്തെങ്ങും ഒരാൾ പോലും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി വന്നിട്ട് വാതിൽ തുറക്കും. അവളുടെ പേര് പ്രേരണ എന്നാണ്. വളരെ വിചിത്രമായ രീതിയിലാണ് അവൾ പെരുമാറുന്നത്. അവൾ ആരെയോ പേടിച്ച് നിൽക്കുന്നത് പോലെ. അവരവളോട് ആദ്യത്തെ പ്രസവമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ല എന്ന് പറയും. മാത്രമല്ല ഇതുവരെ ജനിച്ച എല്ലാ കുട്ടികളും മരിച്ചുപോയെന്നും അവൾ പറയും. അപ്പോഴേക്കൊരു വയസ്സായ സ്ത്രീ അവിടേക്ക് വരും. അവരുടെ പേര് ലീല എന്നാണ്. അവരുടെ പെരുമാറ്റത്തിലും പന്തികേട് തോന്നിയ അനുജയും നേഹയും പെട്ടെന്ന് അവിടുന്ന് പോകും. എന്നാൽ തിരിച്ചു വന്ന അനുജയ്ക്ക് അവരുടെ പെരുമാറ്റത്തിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടി അവിടേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയും. നേഹ ആദ്യം വരില്ല എന്ന് പറയുമെങ്കിലും കുറച്ചു നാൾ കഴിഞ്ഞ് അവർ വീണ്ടും ഒരുമിച്ച് ആ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ലീലയെ കൂടാതെ അവരുടെ മകൻ ഗൻശ്യാമും സെർവന്റായ ബോലയും ഉണ്ടാകും. ഗൻശ്യാം 3 വർഷമായി മൗനവ്രതത്തിലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒന്നും സംസാരിക്കില്ല. ബോലെ ആണെങ്കിൽ പെണ്ണുങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുജ അവരോട് പ്രേരണയുടെ ഡെലിവറിനെ പറ്റി ചോദിക്കും. അപ്പോൾ അവർ പറയും ആ ജനിച്ച കുട്ടിയും മരിച്ചുപോയെന്ന്. മാത്രമല്ല പ്രേരണയെ അവിടെയെങ്ങും കാണത്തുമില്ല. അത് കേട്ടതോടെ അവർ രണ്ടും പെട്ടെന്ന് അവിടുന്ന് പോകാൻ ഇറങ്ങും. എന്നാൽ അപ്പോൾ തന്നെ അവിടെ ഭയങ്കര മഴ പെയ്യുവാണ്. മാത്രമല്ല അവരുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നുമില്ല. അപ്പോൾ ലീല അവരോട് മഴ തോരുന്നത് വരെ അവിടെ സ്റ്റേ ചെയ്യാൻ പറയും. എന്നാൽ മഴ മാറുമ്പോഴേക്കും രാത്രിയാകും. രാത്രി ആ ഒറ്റപ്പെട്ട സ്ഥലത്തു കൂടി യാത്ര ചെയ്യുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ അവര് അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിതരാകും. രാത്രി അനുജ നോക്കുമ്പോൾ ഗൻശ്യാം അടുത്തുള്ള ഒരു സ്റ്റോർ റൂമിലേക്ക് പോകുന്നത് കാണും. പെട്ടെന്ന് ഷോക്കായ അനുജ നേഹയെ വിളിച്ചെഴുപ്പിച്ചിട്ട് അവൾ അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടെന്നും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും പറയുന്നു. അങ്ങനെ അവര് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നേഹ അനുജയോട് ശരിക്കും അവിടെ ഡെഡ് ബോഡി കണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അവക്കും ഒരു ഡൗട്ട് വരും. അങ്ങനെ അവര് ആ സ്റ്റോർ റൂമിൽ പോയി പരിശോധിക്കും. അപ്പോൾ അവിടെ ഒരാളുടെ കൈവിരൽ മുറിഞ്ഞു കിടക്കുന്നത് കാണും. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരോ ഒരാളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് അവർ രണ്ടും അവിടുന്ന് ഓടിപ്പോകും. പോണ വഴിയിൽ അനുജയുടെ ഫോൺ വെള്ളത്തിൽ വീണു പോകും. നേഹയുടെ ഫോണാണെങ്കിൽ ആ വീട്ടിൽ തന്നെയാണ്. മാത്രമല്ല ആ കാട്ടിൽ നിറയെ ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പേടിച്ച് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ തന്നെ പോകാമെന്ന് തീരുമാനിക്കും. എന്നാൽ അവരെണീക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. അവരുടനെ തന്നെ അവിടുന്ന് പോകാൻ ഇറങ്ങും. ലീല അപ്പോൾ മകനോട് പറയും അവർ രാത്രി ആ സ്റ്റോർ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു, അവരെ വിടാൻ പാടില്ല എന്ന്. അങ്ങനെ അവർ അവിടുന്ന് പോകാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ഗൻശ്യാമും ബോലയും കൂടി അവരെ പിടികൂടും. അവരെ അവിടെയുള്ള ഒരു ബേസ്മെന്റിൽ പൂട്ടിയിടും. അവരവിടെ കിടന്ന് ബഹളം വെക്കുമെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. പ്രേരണ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ അവൾക്ക് പ്രതികരിക്കാനാവില്ല. ബേസ്മെന്റിൽ കിടക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും പ്രേരണയും അവളെ പോലെ ഇവിടെ പെട്ടുപോയ ഒരു പെൺകുട്ടിയാണെന്ന്. രക്ഷപ്പെടാൻ അവരൊരു ശ്രമം നടത്തി നോക്കുമെങ്കിലും അത് സക്സസ് ആവില്ല. അവരെ നല്ല രീതിയിൽ തല്ലിച്ചതച്ചിട്ട് കെട്ടിയിടും. ബോലയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ ടോർച്ചർ ചെയ്യുന്നുമുണ്ട്. ഈ സമയം അനുജയുടെ ഫിയാൻസി അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നേഹയുടെ ചേട്ടനും അപ്പോൾ തന്നെ അവിടേക്ക് വരും. അവൻ ആള് കുറച്ച് കലിപ്പനാണ്. അനുജയുടെ കൂട്ടുകൂടിയിട്ടാണ് നേഹയും ചീത്തയായി പോയതെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കും. ഈ സമയം അനുജ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിക്കും. ആ റൂമിലുണ്ടായിരുന്ന ഒരു ചെറിയ ഹോളിൽ കൂടി അവർ പുറത്തേക്ക് പോകും. അപ്പോഴേക്കും നേഹയുടെ ചേട്ടൻ ആ വീടിന്റെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് അവിടേക്ക് വരും. പക്ഷെ ബോല അവിടെ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി അയാളെ തിരിച്ചുവിടാൻ നോക്കും. തിരിച്ചു പോകാൻ പോയ ചേട്ടൻ നേഹയുടെ കീ ചെയിൻ കണ്ട് വീണ്ടും മടങ്ങി വരും. രക്ഷപ്പെട്ടു വന്ന നേഹ അവളുടെ ചേട്ടനെ കാണുന്ന ടൈമിൽ തന്നെ അവനെ കൊല്ലും. അതുപോലെ നേഹയെ അവര് പിടികൂടുകയും ചെയ്യും. അനുജ ഈ സമയം ആ ഷെഡിൽ കെട്ടിയിട്ടിരുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകും. അനുജ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കുമെങ്കിലും അവൾക്ക് അതിന് സാധിക്കില്ല. അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി മാക്സിമം അനുജ ശ്രമിക്കുമെങ്കിലും ഗൻശ്യാം അവളെ പിടികൂടും. എന്നിട്ട് അവരെ രണ്ടുപേരെയും 2 റൂമുകളിലായി പൂട്ടിയിടും. ആ സമയം ബോല വന്ന് നേഹയെ റേപ്പ് ചെയ്യും. ഗൻശ്യാം ആണെങ്കിൽ അനുജയെ നല്ല രീതിയിൽ ടോർച്ചറും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേഹ സൂയിസൈഡ് ചെയ്യാൻ നോക്കുമെങ്കിലും ബോല അത് കണ്ടുപിടിക്കും. അവളെ അവൻ മരിക്കാൻ പോലും വിടില്ല. രാത്രിയാകുമ്പോൾ അനുജ അവിടെ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തും. എന്നിട്ട് അവർ ഒരുപാട് ആരാധിക്കുന്ന ഗംഗ എന്ന പശുവിനെ തീ വെച്ച് കൊല്ലും. അതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ബോല അനുജയെ ഫോളോ ചെയ്തു പോകും. ഈ സമയം പ്രേരണ നേഹയുടെ അടുത്ത് വന്നിട്ട് അവളോട് പറയും ഗൻശ്യാം അവളുടെ ഹസ്ബൻഡ് അല്ല, അവളുടെ അച്ഛനാണെന്ന്. അവൾക്ക് അയാളിലുണ്ടായ കുട്ടികളെയെല്ലാം അവര് കൊന്നുകളഞ്ഞതാണ്. അവളുടെ അമ്മയും അവര് കൊന്നതാണ്. ഇതെല്ലാം കേട്ട നേഹ പ്രേരണയോട് അവളെ രക്ഷപ്പെടുത്താൻ പറയും. ആദ്യം അവൾ പേടിച്ചിട്ട് സമ്മതിക്കില്ലെങ്കിലും അവൾ നേഹയെ തുറന്നുവിടും. അനന്യയെ ഫോളോ ചെയ്തു പോയ ബോലയെ അവൾ തലക്കടിച്ചു വീഴ്ത്തും. എണീക്കാൻ പോലും പറ്റാതായ അവനെ അവിടെയുള്ള ചെന്നായ്ക്കൾ വന്ന് കടിച്ചു തിന്നും. അവിടുന്ന് രക്ഷപ്പെട്ട നേഹ ഓടി അനുജയുടെ അടുത്തേക്ക് എത്തും. എന്നാൽ അനുജ അങ്ങനെ ഓടിപ്പോകാൻ ഒരുക്കമില്ലായിരുന്നു. ഇത്രയുമൊക്കെ അവരെ ദ്രോഹിച്ച ഗൻശ്യാമിനെയും അമ്മ ലീലയും കൊല്ലാതെ അവൾ തിരിച്ചു പോയില്ല എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ച് ആ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് എത്തിയ അനുജ ഗൻശ്യാമിനെ അറ്റാക്ക് ചെയ്യും. അയാളെ ഒരു കമ്പി വടി കൊണ്ട് തല്ലിച്ചതച്ച ശേഷം ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴേക്കിടും. ഈ സമയം ലീല വന്ന് നേഹയെ അറ്റാക്ക് ചെയ്യും. അബദ്ധത്തിലാണെങ്കിലും നേഹ ലീലയെ കൊല്ലും. താഴേക്ക് വീണിട്ടും മരിക്കാതിരുന്ന ഗൻശ്യാമിനെ അനുജ കഴുത്തറുത്ത് കൊല്ലും. അതിനുശേഷം അവരെല്ലാം ഒരുമിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഈ സിനിമയുടെ പേരാണ് വെൽക്കം ഹോം.